ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബെനഡിക്റ്റ് പ്രയർ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന. മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ മക്കളുടെ ജീവിതം അനുഗ്രഹമാകുവാൻ, അവരുടെ എല്ലാ വികസനത്തിനും, അവരുടെ ഐശ്വര്യത്തിനും, അവരുടെ പ്രകാശപൂരിതമായ ജീവിതത്തിനു വേണ്ടി പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഒന്നു ചേർന്ന് ദൈവസന്നിധിയിൽ മക്കളെ സമർപ്പിക്കുന്ന ഈ ശുശ്രൂഷ, പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മയും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വചനത്തിലൂടെ പ്രഭാതത്തിലും രാത്രിയിലും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ ദൈവത്തിന്റെ കൃപയാൽ നിറയുന്നു. ആ അനുഗ്രഹത്തിനായി, ആ അനുഗ്രഹത്തിന്റെ മഴ മക്കളുടെ ജീവിതത്തിൽ അനവധിയായി ചൊരിയപ്പെടുവാൻ എല്ലാ ദിവസവും ദൈവാനുഗ്രഹം മക്കളുടെ ജീവിതത്തിൽ വേണം. നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവാനുഗ്രഹം ഇല്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ഒപ്പം തന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹം, ഈ ഭൂമിയിലും മാതാപിതാക്കളായി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ അനുഗ്രഹം തന്നെയാണ്. നമ്മൾ എന്തൊക്കെ കൊടുത്താലും അനുഗ്രഹമില്ല എങ്കിൽ മക്കളുടെ ജീവിതത്തിൽ ആ കൊടുക്കുന്നതിനൊന്നും ഒരു വിലയുണ്ടാകില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് നമുക്ക് അനുഗ്രഹിക്കാം. മക്കളുടെ ജീവിതത്തിൽ, കഴിഞ്ഞ കാല ജീവിതത്തിലുള്ള കുറവുകൾ മാറ്റപ്പെട്ടുകൊണ്ട് മക്കൾ പുതിയൊരു വഴിയിലേക്ക് കടന്നു വരുവാൻ, മക്കളുടെ അനുഗ്രഹത്തിലൂടെ മക്കൾ ജീവിതത്തിൽ ഐശ്വര്യം നേടി അധ്വാനഫലം അനുഭവിച്ചുകൊണ്ട് നല്ല ആരോഗ്യപൂർണ്ണമായ സന്തോഷപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പ്രഭാഷണ പുസ്തകം 35-ാം അധ്യായം 1-ാം വചനമാണ്. നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് മക്കളുടെ ഇടയിൽ തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം, നിയമത്തിന് വരെയില്ല. ഈ ഭൂമിയിലെ ചില നിയമങ്ങൾ, രാഷ്ട്ര നിയമങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ നിയമങ്ങൾ, അങ്ങനെ ജോലി ചെയ്യുന്ന സ്കൂൾ, അങ്ങനെ തുടങ്ങി കുറേ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെയൊക്കെ ഒരു നിയമങ്ങളുണ്ട്, പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ഇതൊന്നും ഒരു പക്ഷേ പാലിക്കാൻ ഒരു അച്ചടക്കത്തിന്റെ സ്വഭാവം, ജീവിതത്തിന്റെ കെട്ടുറപ്പ് ഒരു പക്ഷേ ഉണ്ടായിരിക്കത്തില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കൾ കടന്നു പോകുന്ന ഈ വഴിയിൽ, അവരായിരിക്കുന്ന അവസ്ഥയിൽ, അവർ ഏത് ചട്ടക്കൂടിലാണ് നിൽക്കുന്നതെങ്കിൽ അധികാരികളുടെ വിധേയത്വം, മാതാപിതാക്കളുടെ വിധേയത്വം, അനുസരണം, തിരുസഭയോടും സഭയുടെ നിയമങ്ങൾ, ദേവാലയത്തോടുള്ള ബന്ധങ്ങൾ, രാഷ്ട്രത്തോടുള്ള നിയമങ്ങൾ, നാടിനോടുള്ള ഒരു സേവന മനസ്കത, ഇതൊന്നുമില്ലാതെ സ്വാർത്ഥപരമായി പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വരുവാനും, അങ്ങനെ എല്ലാവർക്കും വിധേയപ്പെട്ട് എല്ലാവരോടും ചേർന്ന് തന്നിഷ്ടം മാറി എളിമയോടുകൂടി മുമ്പോട്ട് പോയി അനുഗ്രഹം നേടുവാൻ, മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ആ കൃപ, എളിമയുടെ കൃപ, ഉത്സാഹത്തിന്റെ കൃപ നമ്മുടെ മക്കളിലേക്ക് നിറയട്ടെ. അതുവഴിയായി മക്കളുടെ ജീവിതം പ്രകാശപൂരിതമായി മറ്റുള്ളവർക്കും നാടിനും സന്തോഷമായി തീരട്ടെ. ആമീൻ. മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ദൈവഭക്തിയിൽ ഞങ്ങളുടെ മക്കൾ ദൈവിക നിയമങ്ങളും തിരുസഭയുടെ നിയമങ്ങളും രാജ്യത്തിൻ്റെ നിയമങ്ങളും കുടുംബത്തോടുള്ള പ്രതിബദ്ധതയും ഉണ്ടായി വളരുന്നവനാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിധേയത്വവും എളിമയും അനുസരണവും നിറഞ്ഞുകൊണ്ട് എപ്പോഴും അങ്ങനെ പ്രിയപ്പെട്ട മക്കളായി നിന്നുകൊണ്ട് ഈശോയെ, മാതാപിതാക്കളായി ഞങ്ങൾക്ക് സ്നേഹവും നാടിന് സേവനമാകുന്ന വിധം ഞങ്ങളുടെ മക്കൾ വളരുവാൻ ഇടയാകട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.